വയനാട്ടിൽ ഇത്തവണ തണുപ്പ് വർദ്ധിച്ചത് കാപ്പി കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കാപ്പിക്കരുവിന്റെ ഉണക്കം കുറയുന്നത് ഗുണനിലവാരത്തെയും വിപണി വിലയെയും ബാധിക്കുമെന്ന് കോഫി ബോർഡ് മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റം തങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയെന്ന് കർഷകരും പറയുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വയനാട്ടിൽ ഇത്തവണ തണുപ്പ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് കാപ്പിക്കുരു ഉണക്കുന്നതിനെ നേരിട്ട് ബാധിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡുള്ള വയനാടൻ റോബസ്റ്റയുടെ ഗുണമേന്മ നിലനിർത്താൻ ചുരുങ്ങിയത് 12 ദിവസമെങ്കിലും കൃത്യമായി ഉണക്കണമെന്നാണ് കോഫി ബോർഡ് അധികൃതരുടെ നിർദ്ദേശം. സിമന്റ് ചെയ്തതോ ഇന്റർലോക്ക് പാകിയതോ ആയ കളങ്ങളിൽ മാത്രമേ കാപ്പി ഉണക്കാവൂ. കാപ്പിയിലെ ജലാംശം 10% താഴെയാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ മികച്ച വിപണി മൂല്യം ലഭിക്കുകയുള്ളൂ. വിളവെടുപ്പ് കാലത്തുണ്ടായ ഈ കാലാവസ്ഥാ വ്യതിയാനം തങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയതായി കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം വയനാട്ടിലെ കാപ്പി കർഷകരുടെ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ്. 4-5 തവണയൊക്കെ ആയിട്ട് വേണം കാപ്പി ഇപ്പോൾ പറിക്കണമെങ്കിൽ. അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. കാപ്പിക്ക് കേടും കൂടുതലാണ്. തണുപ്പ് കൂടിയതോടെ കാപ്പി കൃത്യമായ രീതിയിൽ ഉണക്കിയെടുക്കാൻ കഴിയാത്തത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ജില്ലയിലെ കാപ്പി കർഷകർ. ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വയനാട്ടിൽ 70,000-ഓളം കുടുംബങ്ങളാണ് ഈ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നത്. തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനാൽ പഴുത്ത കാപ്പിയും പച്ചക്കാപ്പിയും ഒരുമിച്ച് പറിക്കുന്ന പ്രവണത ഇപ്പോൾ വ്യാപകമാണ്. ഇത് ഒഴിവാക്കണമെന്നും പച്ചക്കുരു വേർതിരിച്ച് ഉണക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. ഉണക്ക് കുറഞ്ഞാലും സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഈർപ്പമുണ്ടെങ്കിൽ ഫംഗസ് ബാധയ്ക്ക് സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ കാപ്പിയുടെ ഗുണനിലവാരത്തെയും വിലയെയും അത് സാരമായി ബാധിക്കും. വിളവെടുപ്പ് കാലത്തെ 1 മാസത്തെ ശ്രദ്ധക്കുറവ് 1 വർഷത്തെ വിപണിയെ ബാധിക്കുമെന്ന് കോഫി ബോർഡ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ആഗോള വിപണിയിലെ മാറ്റങ്ങൾ കർഷകരെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലവിലെ സാഹചര്യത്തിൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ പറയുന്നു. ജയരാജ് ബത്തേരി, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.